ഹായ്, ഞങ്ങളിന്ന് കാഞ്ഞിരപ്പള്ളി വരെ ഒന്ന് പോവാം. ആളിന്ന് ഇച്ചിരി സൗന്ദര്യപ്പണക്കത്തില്ല കേട്ടോ. പിന്നെ എപ്പോഴും നല്ലത് മാത്രം കാണിച്ച് കഴിയുമ്പോൾ എല്ലാവരും ഓർക്കല്ലോ ഇവരുടെ വീട്ടിൽ ഇവർ വഴക്കില്ല, ബഹളമില്ല, ഒന്നുമില്ല എന്നൊക്കെ ഓർക്കുകയല്ലേ. അപ്പോൾ വഴക്കും ബഹളമൊക്കെ ഉണ്ട് കണ്ടോ. ആളുടെ മുഖമൊക്കെ കാണുമ്പോൾ അറിയത്തില്ല. ഞാൻ ഇത്രയും ഇണക്കാനും സ്നേഹത്തോടെ വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടും കണ്ടോ വലിയ ഗൗരവത്തോടു കൂടി ഇരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ആർക്കും ഹായ് കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോഴത്തേനും കണ്ടോ ഹായ് ഒക്കെ തന്നെല്ലാവരും ബോധിപ്പിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പോകുമ്പോഴത്തേനും നല്ല മഞ്ഞായിരുന്നു കേട്ടോ. വഴിയിലൊക്കെ നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈ റേഞ്ച് മേഖല പോലെ തന്നെ, ഹൈ റേഞ്ച് മേഖല തന്നെ. ഞങ്ങൾ കോട്ടയം അങ്ങോട്ട് കടന്നില്ല, നല്ല മഞ്ഞായിരുന്നു കേട്ടോ, നല്ല മഞ്ഞ്. ഞങ്ങൾ അവിടുന്ന് നേരെ കാഞ്ഞിരപ്പള്ളി എത്തില്ല, അതിന് കുറേ മുന്നേ ആയപ്പോൾ തൊട്ടേ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ, ഇടിച്ചു കുത്തി മഴയെന്ന് പറയുന്ന പോലെ മഴ. രാവിലെ തന്നെ എന്തൊരു കാലാവസ്ഥയായിരുന്നു. രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ വിശന്നു. ഇപ്പോൾ ഒരു 7:30 ആകുമ്പോൾ എന്നും കഴിക്കണോണ്ട് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കാഞ്ഞിരപ്പള്ളിയിലെ തറവാടെന്ന് പറയുന്നൊരു ഹോട്ടലിൽ കയറി ഞങ്ങൾ രണ്ടുപേരും ഓരോ മസാല ദോശയൊക്കെ മേടിച്ച് വെച്ച് നല്ല മസാല ദോശയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഞാൻ വന്നതിന് ശേഷം പറയുന്നതിനാണെന്നുള്ള കാര്യം ഒരു ചെറിയൊരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാനായിട്ടാണ് വന്നത്. അപ്പം അതിൻ്റെ ആൾക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. അതിൻ്റെ സംവിധായകനും അതിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഉണ്ട്. ഇവരൊരു സിനിമാ മോഹങ്ങളുമായിട്ട് നടക്കുന്ന കുറേ ചെറുപ്പക്കാർ കൂടി ഒരു റീൽ ചിത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ടാക്കി അവർ എല്ലാ തിങ്കളാഴ്ചയും ഓരോ ചെറിയ ചെറിയ വീഡിയോസ് അവരുടെ ഇതിൽ ഇടും. അപ്പോൾ ഇപ്പം ഞാൻ വന്ന് എനിക്കൊരു കൂട്ട് കിട്ടി. ഇത് മുഹസിന അല്ലേ, മുഹസിന കുറച്ച് റീൽസൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ മുഹസിന ഇവിടെ വന്നു. അപ്പോൾ തൊടുപുഴ കിടന്നയാളും കാഞ്ഞിരപ്പള്ളി കിടന്നയാളും തമ്മിൽ പരിചയപ്പെട്ടു. അപ്പം ഞങ്ങൾ എന്നെ വന്നു കറക്റ്റ് അല്ലേ, നമുക്കങ്ങനെ പറയാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വെച്ച് ഞാൻ ഇതിടാം. അപ്പോൾ എല്ലാവരും കാണണം, എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം, സന്തോഷമായിട്ടൊക്കെ ചെയ്യാം അല്ലേ, ആത്മാർത്ഥമായിട്ട് അതിൻ്റെ നമുക്കത് ചെയ്യാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥന, വിജയിക്കണേ എന്നുള്ളതും പ്രാർത്ഥിക്കണേ. അവർ അവിടെ റൂമൊക്കെ സെറ്റ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തും. അപ്പോൾ ഞാൻ വന്നപ്പോഴേ ഞങ്ങളുടെ സംവിധായകൻ്റെ അച്ഛൻ മകന് ഭയങ്കര സപ്പോർട്ട് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ സംവിധായകൻ അനസ് ദോഹ. എനിക്കിവരെ ഒന്നും പരിചയമൊന്നുമില്ല. ഫേസ്ബുക്കിൽ ഞാനൊരു റീൽ ഇട്ടപ്പോഴത്തേനൊരു വീഡിയോ ഇട്ടപ്പോൾ അത് കണ്ടിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ച, ചേച്ചി ഒരു ഇതുപോലൊരു വേഷമുണ്ട്, ഞങ്ങളിങ്ങനെ കുറച്ച് കലാകാരന്മാർ കൂടി ചെയ്യുന്ന ഒരു കൊച്ചു കൊച്ചു വീഡിയോകളാണ്, അപ്പോൾ അതിനകത്ത് ഈ വേഷം ചേച്ചി ചെയ്താൽ കൊള്ളാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞ സന്തോഷമായി കേട്ടോ. അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിയപ്പം ശരിയാണ്, എല്ലാ തിങ്കളാഴ്ച ഓരോ വീഡിയോസൊക്കെ ഇടുന്നു. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോഴത്തേനും ഇഷ്ടം തോന്നി. അപ്പം ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിയതാണേ. എടാ നിന്റെ അപ്പന് 10-70 വയസ്സായില്ലേടാ, അതിപ്പം 70 വയസ്സ് ആധാർ കാർഡ് ഉണ്ടോ ചോദിക്കും. ഇവരെ പിടിച്ചു ഒന്നുകൂടെ 4 മിനിറ്റേ ഉള്ളെങ്കിൽ നല്ലൊരു കഥ കേട്ടോ, നല്ലൊരു കഥ, നല്ലൊരു മെസ്സേജ്. പിന്നെ ചെറിയ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ അന്നേരം തന്നെ പറഞ്ഞ് അഭിനയിക്കുകയും കൂടി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന ഒരു കഥ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്താണേലും എല്ലാവരും കാണണം, അഭിപ്രായം പറയണം. ഒരു കൊച്ചു വീഡിയോ ആണെങ്കിലും നല്ല ഒരു ഫീല് അനുഭവപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനോടൊപ്പം തന്നെ ഇട്ടേക്കാം. അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞു ഒരു 2-3 മണിക്കൂർ. അപ്പോൾ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് പിരിഞ്ഞു, ഒരു കൂട്ടുകാരിയും കിട്ടി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.